സാധനത്തിൻ്റെ പവറിൻ്റെ മുകളിൽ ഇത് വെച്ചപ്പോൾ 1 ആവുന്നില്ല. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ ഈ പവറിൻ്റെ മുകളിലത്തെ സാധനം ദാറ്റ് മീൻസ് 3x² മൈനസ് 10x പ്ലസ് 3 അത് എന്താവാം, അത് 0 ആവാം. അപ്പോൾ ഇത് ഫാക്ടറൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ എടുക്കുക, 3x കോമൺ എടുക്കുക. അപ്പോൾ x മൈനസ് 3 എടുക്കാം. ഇവിടുന്ന് മൈനസ് x കോമൺ എടുക്കാം. സോറി -1 കോമൺ എടുക്കാം അല്ലേ. -1 കോമൺ എടുക്കാം. എന്നിട്ടോ x മൈനസ് 3 എടുക്കാം ഇസിക്വൽ 0. സോ 3x മൈനസ് 1 x മൈനസ് 3 ഇസിക്വൽ 0. സോ എന്താണ് x എന്തൊക്കെയാവാം, x ഇസിക്വൽ ടു 1/3 ആവാം, അല്ലെങ്കിൽ x ഇസിക്വൽ ടു 3 ആവാം. ഓക്കെ, അതൊരു സാധ്യതയുണ്ട്. അപ്പം അത് എടുത്തു വെക്കാം, ഇത് രണ്ടും എഴുതി വെക്കാം. ശരി, ഇനി ഉള്ളിലത്തെ സാധനം അവനക്ക് എന്താവാം, അവന് വേണമെങ്കിൽ എന്താവാം 1 ആയിക്കൂടെ അല്ലേ. അപ്പം മോഡ് x മൈനസ് 3 1 ആവാം. അന്നേരം 1ൻ്റെ മുകളിൽ എന്ത് പവറാക്കി കഴിഞ്ഞാൽ 1 അല്ലേ, അപ്പം അത് 1 ആവാം. അപ്പം x മൈനസ് 3ക്ക് ഒന്നെങ്കിൽ 1 ആവാം. സോ x ഇസിക്വൽ ടു 4 ആവാം. പിന്നെ x മൈനസ് 3ക്ക് ഇത് മേ ബി നെഗറ്റീവ് ആവാം. നെഗറ്റീവോട് പുറത്തോട്ടേക്ക് വരാം. ആ നെഗറ്റീവ് ഇവിടുത്തെ പോയി കഴിഞ്ഞാൽ അത് -1 ആവാം. ആൻഡ് എക്സിന് 2 ആവാം. സോ ഇവിടുന്ന് ഇപ്പം എന്താ കിട്ടിയത്, x 4 അല്ലെങ്കിൽ 2 കിട്ടിയിട്ടുണ്ട്. ഇനി കേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം അത് -1 ആവാന്നാ. -1 അത് മോഡുള്ളത് കൊണ്ട് അത് 1 ആവും. അപ്പോൾ ഞാൻ കേസ് 3 എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ സൊല്യൂഷൻസ്, ഒന്നെങ്കിൽ x 4 ആവാം, 2 ആവാം, 1/3 ആവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ, ഈ ക്വസ്റ്റ്യൻ ഈ log 12 ഇതുപോലത്തെ ഇങ്ങനെ 12 ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യണം. ഇപ്പോൾ 12 നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക, 12 2 6 2 3. സോ 12 നമുക്ക് 2² ദാറ്റ് ഈസ് 4 × 3 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഇതായിട്ട് ഈ രീതിയിൽ എഴുതും, 2 × 3 എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. നമുക്കറിയാം log mn = log m + n റൈറ്റ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഓരോന്നിനും നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്നിട്ട് +16 അവിടെ ഇങ്ങനെ ഓരോന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനത്തിന് സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുക, log 2² അല്ല. അപ്പോൾ 2 പിന്നെ പ്ലസ് അത് ഇതെന്ന് പറഞ്ഞാൽ 2 ആവും. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇത് 2 ആവും. ഇത് 2 പ്ലസ് log 3² ആവും. അങ്ങനെ log 3 ഇത് ഓരോന്നും സ്പ്ലിറ്റ് ചെയ്യുക. ഇതിന് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഓരോന്നും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ടോ ഇവിടെ നമുക്ക് ഈ സാധനം വളരെ കോമൺ ആയിട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ t എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ t എന്ന് വിളിച്ചിട്ടുണ്ട്. ശരി, ഇനി മൈനസ് ഇവിടെയുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സാധനത്തിന് നമ്മൾ ഓരോന്നും ഫാക്ടറൈസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ഇവിടെയും t എന്ന് വിളിക്കാം, ഈ സാധനത്തിനെയും t എന്ന് വിളിക്കാം, ഇതിനെയും t എന്നൊക്കെ വിളിക്കാം. ശരി, അതൊക്കെ നല്ല കാര്യം. ഇനി നോക്കി ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ സാർ എന്ത് ചെയ്യുക വെച്ചാൽ ഇതും മൾട്ടിപ്ലൈ ചെയ്യും, ഇതും ഒരുമിച്ച് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. നോക്കി നോക്ക്, t² പ്ലസ് 6t പ്ലസ് 2t എന്ന് വെച്ചാൽ 8t. സോറി, t² പ്ലസ് 6t പ്ലസ് 2t. അപ്പോൾ ഇതും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ സാധനം കിട്ടി. പിന്നെ ബാക്കി വരുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് ഇനിയുള്ളത് ഇതും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ t² പ്ലസ് ഇവിടെ കണ്ട ഇവിടെ t+4 എന്ന സാധനമുണ്ട്. ഇവിടെയും t+2 t+4 ഉണ്ട്. ശരി, അപ്പം ഇവരാണ് മൾട്ടിപ്ലൈ ചെയ്ത സാധനം. മേ ബി രണ്ട് സെയിം ആവുമല്ലോ, സെയിം തന്നെ ആവാൻ. അപ്പോൾ നമുക്ക് വീണ്ടും പറയാൻ പറ്റുന്നുണ്ട്. ഇവിടെ രണ്ട് കോമൺസ് കാണാൻ പറ്റും. ബാക്കി എന്താ ഉള്ളത്, ഇത് രണ്ട് മൾട്ടിപ്ലൈ t² പ്ലസ് 4t. പിന്നെ ബാക്കിയുള്ളത് ഇവൻ മാത്രം, ഇവന് മൾട്ടിപ്ലൈ ചെയ്താൽ t² പ്ലസ് 6t ആണ്. നമ്മൾ ഈ ചങ്ങായിനെ എന്താ വിളിക്കുക, t² പ്ലസ് 6t പ്ലസ് 8. അവനെ വേറെ പേര് വിളിക്കുക, ലാംഡ എന്ന് വിളിക്കുക. അപ്പോൾ ലാംഡ. പിന്നെ ഈ ചങ്ങായും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഒരു 8ൻ്റെ കുറവ്, ഇവനക്കൊരു 8ൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ലാംഡ -8 എന്ന് ഇവനെ വിളിക്കും. ഇവനെ ലാംഡ എന്ന് വിളിക്കുക, ഇവനെ ലാംഡ -8 എന്ന് വിളിക്കുക, ഇവനെ ലാംഡ എന്ന് വിളിക്കുക. റൈറ്റ്. അല്ലെങ്കിൽ ഒരു ഐഡിയ ചെയ്യാം, നമുക്ക് t² പ്ലസ് 6t കംപ്ലീറ്റ് ആയിട്ട് ലാംഡ എന്ന് വിളിക്കാം. അന്നേരം നമുക്ക് ഇവനെ ലാംഡ പ്ലസ് 8 ഇവനെ വെറും ലാംഡ എന്ന് വിളിക്കാമല്ലോ. അങ്ങനെ വിളിച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കംപ്ലീറ്റ് ടേമിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കി. ഇനി ഇത് നമ്മൾ ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോർമലായിട്ട് സ്ക്വയർ ആണ്. ലാംഡ പ്ലസ് 4 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ഇത് പുറത്തോട്ടേക്ക് വരും. ഇനി ഇത് പുറത്തോട്ടേക്ക് ആക്ച്വലി മോഡ് വരേണ്ടതാണ്. പക്ഷേ ലാംഡ എന്ന് ആരെയാണ് വിളിച്ചിട്ടുള്ളത്, t² പ്ലസ് 6t വിളിച്ചിട്ടില്ല. അപ്പോൾ t എന്ന് പറഞ്ഞാൽ ആരെയാണ് വിളിച്ചിട്ടുള്ളത്, log 3/2. അപ്പം ഈ ചങ്ങായി പോസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ t പോസിറ്റീവാണ്, ലാംഡ പോസിറ്റീവാണ്, ഈ ടേം പോസിറ്റീവ്. അതുകൊണ്ട് മോഡിലൂടെ പോസിറ്റീവ് പുറത്തോട്ടേക്ക് വരും. അപ്പോൾ ക്യാൻസൽ വന്നപ്പോൾ 6 ആണ് ഉത്തരം കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സംഭവം എന്താ, നമുക്ക് ലോഗിൻ്റെ മുകളിൽ കുറേ പവർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കംപ്ലീറ്റ് ഇക്വേഷൻ ലോഗ് എടുക്കും. എന്ത് ബേസ് കൊടുക്കാൻ, ബേസ് കോമൺ ആയിട്ട് വേണമെന്ന് ഇവിടെ 2 ആണ്, അതുകൊണ്ട് log 2/2 കൊടുക്കും. അപ്പോൾ log 2/2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ log 2/2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാക്കോട്ടേക്ക് വരും. സോ 3/4 × log 2x ഹോൾ സ്ക്വയർ പ്ലസ്
ലോഗ് 2x മൈനസ് 5/4 ഇൻറ്റു ലോഗ് എക്സ് ടു ദ ബേസ് 2 ഇസ് ഇക്വൽ ടു ലോഗ് റൂട്ട് ടു ദ ബേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അത് 1/2 ആണ്. അപ്പോൾ ഞാൻ അത് വെറുതെ സ്പീഡ് ചെയ്യാണ്. ഇനി ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന സാധനം ഇവൻ, അപ്പോൾ ഇവനെ ടി എന്ന് വിളിക്കുകയാണ്. സോ 3/4 t² പ്ലസ് ടി മൈനസ് 5/4. അപ്പോൾ ഞാൻ 5/4 പെട്ടെന്ന് ചെയ്ത് കളയാം നമുക്ക്, പെട്ടെന്ന് ഇത് ചെയ്യാം. അപ്പം 4t മൈനസ് 5/4. അപ്പോൾ ഇതൊന്നുകൂടി കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാം അല്ലേ, നല്ല സ്പീഡ് ചെയ്യാം നമുക്ക് കാൽക്കുലേഷൻസ്. ഇത് കംപ്ലീറ്റ് ബൈ 4 വരും ഇൻറ്റു മറന്നുപോയി, സാധനം മറന്നുപോയി, ഇൻറ്റു ലോഗ് 2x ഇസ് ഇക്വൽ ടു 1/2. 2 ക്യാൻസലായി. സോ ഇവിടെ അല്ലേ 2 വേണ്ടത്, അപ്പം മുകളിലാണ് അപ്പോൾ 2 വരെ. ഇവിടെ 2 വരും, ആ 2 മുകളിലോട്ടേക്ക് ഞാൻ കൊണ്ടുവന്ന്. ശരി, ഇനിയോ ഈ ചങ്ങായും ടി തന്നെ അല്ലേ? ഈ ചങ്ങായും ടി തന്നെയാണ്. സോ ടി, ഇനി ഈ ടി ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3t³ പ്ലസ് 4t² മൈനസ് 5t ഇസ് ഇക്വൽ ടു 2 വരും. അപ്പം ഇനി എന്ത് ചെയ്യാം? 3t² പ്ലസ് 4t² മൈനസ് 5t മൈനസ് 2 ഇസ് ഇക്വൽ ടു 0. ഞാൻ 1 വെറുതെ ഇട്ട് നോക്കാം. 1 ഇട്ട് കൊടുത്തപ്പോൾ 1 പ്ലസ് 4 മൈനസ് 5 മൈനസ് 2, ഇത് 3 ആട്ടോ. ഓക്കെ. അപ്പോൾ ഇത് 0 വരുന്നുണ്ട്. 1 കൊടുത്തപ്പോൾ എക്സ് 1 കൊടുത്തപ്പോൾ 0 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാക്ടർ തിയറം പ്രകാരം x മൈനസ് 1 എന്ന് പറഞ്ഞ ഫാക്ടറാണ്. അപ്പോൾ x മൈനസ് 1 ഫാക്ടറാണ്. ഞാൻ ഈ ഇക്വേഷൻ x മൈനസ് 1 ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് x മൈനസ് 1 ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ x മൈനസ് 1 ഡിവൈഡ് ഞാൻ പല ക്ലാസ്സിലും പഠിപ്പിച്ചു. അപ്പോൾ അത് ചെയ്തിട്ട് ഡയറക്റ്റ് ഉത്തരം പറയും. അപ്പോൾ ഞാൻ ആ പറഞ്ഞ ഈ ക്യൂബ് സാധനത്തിന് ഞാൻ മാറ്റി എഴുതാണ്. ഇങ്ങനെയാണ് t മൈനസ് 1 ഇൻറ്റു 3t² പ്ലസ് 7t പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. അപ്പം ടി ഐദർ 1 ആവാം. ഇനി ഇവനെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കണം. ഇത് ഞാൻ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം ചെയ്ത് നോക്കി. അപ്പം 3t കോമൺ എടുക്കാം. അപ്പം എന്താ കിട്ടുക? ഇവിടെ ടി പ്ലസ് 1 കിട്ടും. അതേപോലെ ഇവിടുന്ന് ഞാൻ 4 അല്ല, സോറി 2 കോമൺ എടുക്കാം. അപ്പം എന്താ കിട്ടുക? ഞാൻ ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ഇവിടെ 3t കോമൺ എടുത്തതിന് എത്ര കിട്ടും? ടി പ്ലസ് 2 കിട്ടും. അതേപോലെ ഇവിടെ ടി പ്ലസ് 2 ഓൾറെഡി ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാകും ടി മൈനസ് 1. ഇതിന് ഞാനെങ്ങനെ എഴുതും? 3t പ്ലസ്, സോറി എന്തായിരുന്നു വേണ്ടത്? ടി പ്ലസ് 2 കോമൺ. അപ്പോൾ ടി പ്ലസ് 2 കോമൺ എന്നിട്ടോ 3t പ്ലസ് 1 വരും. ഇവിടെ നമുക്ക് മനസ്സിലാവും ടി ഐദർ 1 ആവാം, അല്ലെങ്കിൽ ടി ഐദർ മൈനസ് 2 ആവാം, അല്ലെങ്കിൽ ടി ഐദർ മൈനസ് 1/3 ആവാം. ടി എന്ന് ഞാൻ ആരെയും വിളിച്ചത് ലോഗ് എക്സ് ടു ദി ബേസ് 2 ആണ്. അപ്പോൾ അതായത് ഐദർ ഇയാൾ -2 ആവാം, നേരം എക്സിന് എന്താവാൻ പറ്റും? 1/4 ആവാൻ പറ്റും. പിന്നെ അതേപോലെ ലോഗ് എക്സ് ടു ദി ബേസ് 2ക്ക് ഐദർ 1 ആവാം, അന്നേരം എക്സിന് 2 ആവാൻ പറ്റും. അതേപോലെ എക്സിന് 1/8 ആവാൻ പറ്റും. അപ്പോൾ ഈ 3 സാധ്യതകൾ, എക്സിന് 1/8, എക്സിന് 2, ഇതെല്ലാം ആവാൻ പറ്റും. അപ്പം ഇതിനെല്ലാം ഇവിടെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. സോ അതുകൊണ്ട് 3 സൊല്യൂഷൻസ് ഉണ്ട്. ശരി, ഇവിടെ ഏതോ ഒരു സൊല്യൂഷനിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന പോലെ ഒരെണ്ണം ഇറാഷണൽ വരുന്നുണ്ട്. ജസ്റ്റ് ഇതേ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്താൽ മതി, അന്നേരം കിട്ടും. അപ്പം ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്ത് നോക്കും? നമ്മൾ ആദ്യം ഇതിനൊന്ന് ലോഗ് 3x ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഗ് 3x എന്ന് എഴുതാം. 3 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഇതിങ്ങനെ ഉണ്ടാവാം, അതിൻ്റെ മുകളിൽ പവർ. അപ്പം പവർസ് മൾട്ടിപ്ലൈ ആവും, അതിന് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം 3 എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സ് വരും. സോ എക്സ് ലോഗ് 3x പ്ലസ് ഇതേ സാധനം തന്നെയല്ലേ ഇവിടെ ഉള്ളത്, റൈറ്റ്? അപ്പം ഞാൻ ഇതിനെ എല്ലാം കൂടിയിട്ട് ഒരു y എന്ന് വിളിക്കുകയാണ്. അപ്പോൾ 2y ഇസ് ഈക്വൽ ടു 162 ആൻഡ് y ഇസ് ഈക്വൽ ടു 162/2, ദാറ്റ് ഈസ് 81, റൈറ്റ്? y എന്ന് പറഞ്ഞാൽ 81. ഞാൻ ആരെയാണ് ഇപ്പം y എന്ന് വിളിച്ചത്? എക്സ് ലോഗ് 3 ടു ബേസ് എക്സിനെ ഞാൻ 81 എന്ന് വിളിച്ച്. ഓക്കെ, അപ്പം ഞാൻ ഇനി ലോഗ് എടുത്ത് ഇത് ഈ ഒരു ടേമിന് അടിയിലോട്ട് വെക്കണം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ലോഗ് എടുത്ത് ടു ബേസ് 3 എടുത്ത്. അപ്പോൾ ലോഗ് ടു ബേസ് 3 എടുത്ത് കഴിഞ്ഞാൽ ഇത് ബാക്കോട്ടേക്ക് വരും. അപ്പോൾ ലോഗ് എക്സ് ടു ബേസ് 3 എന്നിട്ടോ ലോഗ് എക്സ് ടു ബേസ് 3 ഇസ് ഈക്വൽ ടു 81. ലോഗ് എക്സ് 81 ടു ബേസ് 3 എന്ന് പറഞ്ഞാൽ അത് 4 ആണ്. ശരി, ഇത് രണ്ടും t². സോ ഞാൻ രണ്ടും സെയിം സാധനം t² എന്ന് വെച്ചാൽ t² ഇസ് ഈക്വൽ ടു 4. സോ t ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 വരാം, റൈറ്റ്? So log x to the base 3 can be either 2, so x is equal to 9 ആവാം, അല്ലെങ്കിൽ log x to the base 3 can be -2, so x is equal to 1/9 ആവാം. രണ്ടും സാധ്യതകൾ കുഴപ്പമില്ല, രണ്ടോടെ ഇട്ട് കഴിഞ്ഞാൽ
ഡിഫൈൻഡ് ആണ്. സോ ഈ രണ്ടും ഓപ്ഷനിലൊക്കെ വരുന്നതാണ്. അടുത്തത് ഇതാ നോക്കി എന്തിൻ്റെയോ ലോഗിൻ്റെ ഉള്ളിൽ ഈ സാധനം വന്നാൽ അപ്പോൾ 0 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഈ ചങ്ങായി 1 ആവണം എന്നായിരിക്കും അല്ലേ? 1 ആവണം, ഈ ചങ്ങായി 1 ആവണം. ബിക്കോസ് ലോഗ് എന്തോ സാധനം റൈസ് ടു ദി ആർഗ്യുമെൻറ്റ് 1 എന്ന് പറഞ്ഞാൽ അതെപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഞാൻ പറയും ഈ ചങ്ങായി 1 ആവണം. സോ ലോഗ് 2x² ഈ സാധനം 1 ആവണം, അത്ര തന്നെ. ഞാനൊന്നുകൂടി പറയണം. അടുത്തത് ഈ ഒരു സാധനം 1 ആവണമെങ്കിൽ ഇതും സെയിം സാധനമാണ്, ഒരേ ടേമിൻ്റെ ലോഗ് 2 ബേസ് 2 എന്ന് പറഞ്ഞാൽ 1, ലോഗ് 3 ടു ബേസ് 3 എന്ന് പറഞ്ഞാൽ 1. അപ്പം x² - 2x = 2x² + 2x + 3 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ x² + 4x + 3 = 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു സാധനം ഇത് രണ്ടും സെയിം ആവണം. ഓക്കെ, ഇത് 1 ആവണം. ബിക്കോസ് എന്തിൻ്റെ പവറിൽ 1 ആണെങ്കിൽ ദിസ് മീൻസ് ദിസ് ഈസ് 1. ഇനി ഇത് 1 ആണെങ്കിൽ ഇത് രണ്ടും സെയിം ആവണം. അല്ല, അത് രണ്ടും സെയിം ആക്കി നമ്മൾ ചെയ്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ x3 - 1 കിട്ടിയിട്ടുണ്ട്. -3 ഇവിടെ കൊടുത്തതിന് തെറ്റാവുന്നുണ്ട്. ബിക്കോസ് അവിടെ -18 വരുന്നുണ്ട്. ലോഗിൻ്റെ ബേസ് നെഗറ്റീവ് ആവുന്നുണ്ട്. സോ -1 മാത്രമേ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഈ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യാൻ നോക്കാം. ഞാൻ എന്താ വെച്ചാൽ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യും. എന്തോരം ഡിവൈഡ് ചെയ്യും? ഈ പറഞ്ഞ ഇക്വേഷൻ മുഴുവനും ഈ ടേമായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ പറഞ്ഞ ഇക്വേഷൻ മുഴുവൻ ഈ ടേമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്താ 1 വരും = ഇത് ഞാൻ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ലോഗ് ഇത് കട്ടായി പോകും. പിന്നെ ബാക്കി വരുന്ന ഇതും 4ഉം അത് കട്ടായി പോകും. പിന്നെ വരുന്നത് 1/log 5 to the base x. സോ 1/log x to the base 5 + 1/log 4 to the base x. സോറി, തര എണ്ണിട്ടാണല്ലേ. log x to the base 4 1/log എന്തായിരുന്നു 3 ബാക്കിയുള്ള 3 x to the base 3 ആണ്. ശരി, ഇനി ഇതിനൊന്ന് തലയിരിച്ച് എഴുതിക്കൂടെ? റെസിപ്രോക്കൽ ചെയ്യുന്ന സമയത്ത് log 5 to the base x + log x to the base 4 + log x to the base 3. ബേസ് സെയിം, ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തോളി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 4 20. ഓക്കെ, log 60 to base x. സോ x = 60 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ സൊല്യൂഷൻ. x 60 ആണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ ടേം 0 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേം 0 ആവാൻ എടുക്കണ്ടേ? അല്ലെങ്കിൽ 0 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ്. അപ്പോൾ ഈ ഒരു ടേം 0 ആവുന്നുണ്ട്. നമ്മൾ x 60 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ടേം 0 ആവുന്നില്ല. അപ്പോൾ ഈ ടേം 0 ആവുന്നില്ല എന്ന കാര്യം മനസ്സിലായി. ഇനി നമ്മളൊരു ഒബ്സർവേഷൻ കണ്ടെത്തേണ്ടതാണ്, വേറൊരു കേസ് 2 എന്ന് പറഞ്ഞ സംഭവം. ഇനി ഈ ടേം അഥവാ 0 ആവുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ. ഓക്കെ, 0 ആവുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ. എന്നിട്ട് ഈ ടേം 0 ആവുന്നുണ്ടോ എങ്ങനെ ചെക്ക് ചെയ്യാൻ? log x to the base 3 × log x to the base 4 × log x to the base 5. അത് 0 ആവുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ. 0 ആവുന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ സ്വാഭാവികമായിട്ട് 1 ആയിരിക്കും. കാരണം 1ന് എന്ത് പവറിൽ 0, അപ്പോൾ ഇരുത്തും 0 എല്ലാവരും 0. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ 1 ഈ പറഞ്ഞ ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എക്സിന് 1 ആയിക്കഴിഞ്ഞാൽ ഇവിടെ 0 ആയി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇവിടെ എക്സിൻ്റെ പവർ 1, അപ്പോൾ ഇയാൾ 0 ആയി. ഇവിടെ എക്സിൻ്റെ പവർ 1, അപ്പോൾ ഇയാളും 0 ആയി, ഇയാളും 0 ആയി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ 1 അതും കൂടി ഈ പറഞ്ഞ ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ 2 സൊല്യൂഷൻസ് ഉണ്ട്. ഒന്ന് x 60ഉം ഒന്ന് 1ഉം ആണ്. എന്നിട്ട് 2 സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ അതാണ് പരിപാടി. അടുത്ത ദിവസം നോക്കാം. ഇവിടെ നമുക്ക് ഒരേപോലത്തെ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. നോക്കിക്കോ, ഇവനെ ഞാൻ A എന്ന് വിളിക്കാം. ഓക്കെ, ഇവനെ നമുക്ക് A എന്ന് വിളിക്കാം. ഇവനെ ഞാൻ B എന്ന് വിളിക്കുകയാണ്. ഇവനെ B എന്ന് വിളിക്കാം. റൈറ്റ്. സോ നോക്കിക്കോ, A² + AB - 2B² എന്നല്ലേ വരുന്നത്? അതിൻ്റെ വാല്യൂ 0 ആണെന്ന് പറയുന്നുണ്ട്. ശരി, ഞാനൊരു മാറ്റം ചെയ്യാൻ പോവാണ്. A² + 2AB - AB - AB² = 0. ഇവിടെ നിന്ന് എന്ത് കോമൺ എടുക്കാം? A² A കോമൺ എടുക്കാം. അപ്പം A + 2B ഇട്ടും. ഇവിടുന്ന് -AB കോമൺ എടുക്കാം. ഇവിടുന്ന് മൈനസ് അല്ല, ഇവിടെ നോക്കട്ടെ. ഇവിടുന്ന് എന്താ കോമൺ എടുക്കാൻ പറ്റുന്നത്? ഇവിടുന്ന് A കോമൺ എടുത്തു കഴിഞ്ഞാൽ A വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, B കോമൺ എടുക്കാം. എനിക്ക് ഇതേപോലത്തെ ടേം ക്രിയേറ്റ് ചെയ്യണം അല്ലേ? നമുക്ക് ഫാക്ടറൈസിങ് പരിപാടിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? B കോമൺ എടുത്ത് നോക്കി. B കോമൺ എടുത്തപ്പം A
പ്ലസ് എ ബി കറക്റ്റ്, സോറി എ പ്ലസ്, ഇവിടെ ഒരു കുറവുണ്ട്, ഇവിടെ ആക്ച്വലി 2 ഉണ്ട് കേട്ടോ, അതിൻ്റെ ഒരു കുറവ്, അതാണ് ഡൗട്ടാണ്. എ പ്ലസ് ഷിറ്റ് മാൻ. ഓക്കെ, കോമ എടുത്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ശരി, അപ്പം എന്ത് എഴുതാൻ പറ്റും? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് 2b ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. സോ ഐദർ എ ഇസ് ഈക്വൽ ടു ബി ഓർ എ ഇസ് ഈക്വൽ ടു മൈനസ് 2b. ഓക്കെ, ഇതാണ് കിട്ടിയിട്ടുള്ളത്. സോ എ ഇസ് ഈക്വൽ ടു ബി, ദാറ്റ് മീൻസ് നമ്മുടെ ലോഗ് എന്ത് എക്സ് ആണോ? അല്ല, ലോഗ് 4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് പ്ലസ് 1/2, ലോഗ് എക്സ് പ്ലസ് 1/2, റൈറ്റ്? സോ രണ്ടും ലോഗ് കട്ടായി പോകും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/2, 4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 1/2. സോ 8 മൈനസ് 2x ഇസ് ഈക്വൽ ടു 2x പ്ലസ് 1. ഇവിടുന്ന് 4x ഇസ് ഈക്വൽ ടു 7, x ഇസ് ഈക്വൽ ടു 7/4. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. അതേ സിമിലർലി എ ഇസ് ഈക്വൽ ടു മൈനസ് 2b ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വാല്യൂസ് കിട്ടും. എന്നിട്ടോ ആ 2 വാല്യൂസിൽ ഏതൊക്കെ വാല്യൂസാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ജസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് ഡിഫൈൻഡ് അനുസരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ, ഇത് അത്രേ ഉള്ളൂ, ബേസിക് കൺസെപ്റ്റാണ്. അപ്പം ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കി ഇങ്ങനെ ln2 ഇതുണ്ട്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ പവേഴ്സ് ബാക്കോട്ടേക്ക് നമ്മൾ ലോഗ് എടുക്കും. ഇനി ബേസ് എന്താ കൊടുക്കാൻ? ബേസ് ഇവിടെ ഇ തന്നെ, ബിക്കോസ് കുറേ പവർ ബേസ് ഇ വരുന്നതുകൊണ്ട് അവിടെ കൊടുക്കും. അപ്പം ln ഞാൻ കംപ്ലീറ്റ് ഇക്വേഷനാ ln2 ആക്കാണ്, ലോഗ് ടു ദ ബേസ് ഇ കൊണ്ട് ചെയ്യാണ് കംപ്ലീറ്റ് ഇക്വേഷൻ. അപ്പം ln2 ബാക്കോട്ടേക്ക് വരും. എന്നിട്ടോ ln2x ശരി ഇസ് ഈക്വൽ ടു പിന്നെ ആരുള്ളത് ln3 വരും, പിന്നെ ln3y വരും. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷനിലും ഇതേപോലത്തെ ഉണ്ട് ln. അപ്പോൾ ഞാൻ വീണ്ടും കംപ്ലീറ്റ് ഇക്വേഷൻ ln കൊണ്ട് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ഇക്വേഷൻ ലോഗ് എടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ln x ബാക്കോട്ടേക്ക് വരും, പിന്നെ എന്താ ഇവിടെ ഉള്ളത്? 3 വരുന്നുണ്ട്. അത് ln3 ഇസ് ഈക്വൽ ടു ഈ ln-yയും ബാക്കോട്ടേക്ക് വരും, ln-y, പിന്നെ എന്താണ് ln2 ഉണ്ട്. ശരി, ln2 ഉണ്ട്, ഗുഡ്. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യും? ln-yയുടെ വാല്യൂ ഇവിടെ ഏതെങ്കിലും ഒരു വാല്യൂ, ഇപ്പം ln3 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്താ കിട്ടാൻ? ln-y ln2 ഡിവൈഡ് ബൈ ln-x, റൈറ്റ്? അത് ഇവിടെ കൊടുക്കും. സോ ln2x ഇസ് ഈക്വൽ ടു ln3 എന്ന് പറഞ്ഞാൽ ln-y ln2 ln3y ഹോൾ ഡിവൈഡ് ബൈ ln-x, രണ്ടും അങ്ങോട്ട് മൾട്ടിപ്ലൈ ആവും. സോ ln2 ഇൻറ്റു ln2x ഇൻറ്റു ln-x, റൈറ്റ്, ഇസ് ഈക്വൽ ടു ln-y ഇൻറ്റു ln2 ഇൻറ്റു ln3y. ഇനി കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ ഈ ln2x ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. അപ്പം ln2 പ്ലസ് ln-x ഇസ് ഈക്വൽ ടു ln3 ഇൻറ്റു ln3 പ്ലസ് ln-y, റൈറ്റ്? അപ്പോൾ ഇത് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ln2 ഇൻറ്റു ln-x പ്ലസ് ln-x ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ln3 ഹോൾ സ്ക്വയർ പ്ലസ് ln3 ഇൻറ്റു ln-y. ഇവിടുന്ന് ഞാൻ ln-x കോമൺ എടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? ln2 പ്ലസ് ln-x കിട്ടും. ഇവിടുന്ന് ഞാൻ ln3നെ കോമൺ എടുക്കുകയാണ്. അപ്പം ln3 പ്ലസ് ln-y കിട്ടും. ഇനി ബാക്കി നോർമലായിട്ട് സോൾവ് ചെയ്തതിന് ഉത്തരം കിട്ടുന്നതാണ്. ഓക്കെ, ആദ്യം ഈ പറഞ്ഞ ടേമിൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ അതിനെ ഞാനെന്ത് വിളിക്കുകയാണ്? അതിനെ ഞാൻ ലാംഡ എന്ന് വിളിക്കുകയാണ്. ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 1/3 റൂട്ട് 2 ഇൻറ്റു സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനെ വീണ്ടും ലാംഡ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടും ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് ലാംഡ/3 റൂട്ട് 2 എന്ന് കിട്ടും. അപ്പോൾ ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12 റൂട്ട് 2 മൈനസ് ലാംഡ/3 റൂട്ട് 2. അപ്പം 3 റൂട്ട് 2 ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12 റൂട്ട് 2 മൈനസ് ലാംഡ
3√2 ലാംഡ സ്ക്വയർ മൈനസ് അല്ല പ്ലസ് ലാംഡ മൈനസ് 12√2 ഈക്വൽസ് 0 റൈറ്റ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 4√3/2 ഇത് രണ്ടാണ് നമുക്ക് ഇതിൻ്റെ എക്സ് എന്നാണ് ഉദ്ദേശിച്ച ലാംഡ സോൾവ് ചെയ്ത് കിട്ടിയത്. അപ്പം ഒരു കാര്യം, ഇത് റിജക്റ്ററാണ്. കാരണം എന്താ, ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ടിനുള്ള സാധനം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ അത് കിട്ടി. ഇനി ബാക്കിയുള്ള സാധനം ഇവിടെ എന്ത് കൊടുക്കാൻ, ഇത് 1/3√2 റൈറ്റ്. സോ 1/3√2 ഇൻറ്റു 4√2/3. അപ്പം എന്ത് കിട്ടും, √2 ക്യാൻസൽ. അപ്പം 4/9 വരും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, എന്തിനുള്ളിലുള്ളത് ഇത്ര ലോഗ് 3 ഓക്കെ ശരി. അപ്പം 6 പ്ലസ് ലോഗ് 3/2 ഇവിടെ 2/3 ഹോൾ സ്ക്വയർ ആണ്. ആ 2 ഇങ്ങോട്ടേക്ക് വരും. ഇത് രണ്ടും -1 ആവും. സോ 6 - 2 ദാറ്റ് ഈസ് 4 ആണ് ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം നമ്മളോട് ലോഗ് 16 ഇതാണ് തന്നെ പറയുന്നത്. അപ്പോൾ ആദ്യം ഇതിനൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഞാനതിന് ലോഗ് 27 എങ്ങനെ എഴുതാൻ പറ്റും, 2/3 ഇൻറ്റു 8 4 2/3 8 ഇൻറ്റു 3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അതിന് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് 2/3 ടു ദി പവർ 3 എന്ന് എഴുതാം. അതേപോലെ ഒരു കാര്യം ചെയ്യാം, അത് ബേസ് ചേഞ്ചിങ് ഫോർമുല അപ്ലൈ ചെയ്യാം. ആദ്യം പവർ നമുക്ക് ഏതെങ്കിലും എടുക്കാം, പവർ കോമൺ എടുക്കാം. ലോഗ് അടിയിലുള്ള സാധനം എന്താ 12 ടു ദി പവർ എല്ലാം കോമൺ പവേഴ്സ് എടുക്കാം. ശരി, 2 ഇതിനെ എങ്ങനെ എഴുതിയാൽ 2/3 പ്ലസ്, കാരണം 27നെ 2/3 ഇൻറ്റു എന്താ എഴുതാം 3 എന്ന് എഴുതാം. അപ്പം ലോഗ് 3/3 എന്ന് പറഞ്ഞാൽ അത് 1 തന്നെയല്ലേ, പ്ലസ് 1 2/3 1. ഇതിനെങ്ങനെ എഴുതാം, 12നെ എങ്ങനെ എഴുതാൻ പറ്റും, 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 6 2 3 സോ 2/2 ഇങ്ങനെ എഴുതാൻ പറ്റും. 2/2 ഇൻറ്റു ദാറ്റ് ഈസ് 4 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്ലസ് 1 വീണ്ടും ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന ചങ്ങായി. നമ്മളോട് കണ്ടെത്താൻ പറയുന്നത് ഇവനെയാണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ ഇവനെ ഞാൻ ഒരു ബേസ് ചേഞ്ചിങ് ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 16 എങ്ങനെ 2/4 അല്ലേ, 16 ബേസ് ചേഞ്ചിങ് ഫോർമുല ലോഗ് 6. ഇവിടെ നമ്മളിനിപ്പം ബേസ് എല്ലാം 3 ആയതുകൊണ്ട് ഞാനിവിടെ 3 കൊടുക്കുകയാണ്. ഓക്കെ, ഇതിനെ എനിക്ക് 2/4 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് മാറ്റി പിഴച്ചിട്ട് ഇവിടെ 4 വരും, ഇവിടെ 2 വരും, 2/4 ബാക്കോട്ടേക്ക് കൊണ്ടുവരാമല്ലോ. ഇനി 6നെ എങ്ങനെ എഴുതാൻ പറ്റും, 2 ഇൻറ്റു 3 റൈറ്റ്. സോ ഇതിന് ഞാൻ 2 ഇൻറ്റു 3 എന്ന് എഴുതുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഇവിടെ 2 പ്ലസ് 1 വരും. അപ്പോൾ ലോഗ് 3 ടു ബേസ് 3 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ആക്ച്വലി വേണ്ടത്, നമുക്ക് ലോഗ് 2 ടു ദ ബേസ് 3യുടെ വാല്യൂ ആണ് വേണ്ടത്. കണ്ട ഇവിടെ നമുക്ക് ലോഗ് ടു ദ ബേസ് 3 ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ കണ്ടെത്താൻ നോക്കും. അപ്പോൾ നോക്കിക്കോ, അപ്പോൾ ഞാൻ അതിനെ വിളിക്കുകയാണ്, എന്താ വിളിക്കുക, എക്സ് എന്ന് വിളിക്കുകയാണ് ആ സാധനത്തിന്. അപ്പോൾ നോക്കിക്കോ, 2ax പ്ലസ് a ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് 1. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, എക്സ് കോമൺ 2a മൈനസ് 1 ഇസ് ഇക്വൽ ടു 1 മൈനസ് a. x is equal to 1 minus a divided by 2a minus 1 and x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഗ് 2 to the base 3 റൈറ്റ്. ഇനിയോ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് വേണ്ട സാധനം ഇതായിരുന്നു, ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 4 ഇൻറ്റു ഇവൻ്റെ വാല്യൂ അങ്ങോട്ട് കൊടുക്കും, 1 മൈനസ് എ ഡിവൈഡ് ബൈ 2a മൈനസ് 1. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ 24 അല്ല വേണ്ടത്, ഇവിടെ 27 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ചെയ്താലും മെത്തേഡ് ഇത് തന്നെ. നമ്മൾ ആദ്യം വേണ്ട ഇയാളൊന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നമുക്ക് ഇതായി 27 ഇവിടെ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 27 ആയിരുന്നു ഉള്ളത്, ഞാൻ 24 വിചാരിച്ച് ചെയ്തത്. അപ്പോൾ ആ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇയാൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, ഇയാളും പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, ഇയാളും പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, ഇയാളും പ്രൈം ഫാക്ടറൈസ് ചെയ്യാം, ബേസ് ചേഞ്ചിങ് ഫോർമുല അപ്ലൈ ചെയ്യുക, ഇവിടെയും ബേസ് ചേഞ്ചിങ് ഫോർമുല അപ്ലൈ ചെയ്യുക. എന്നിട്ട് പരമാവധി ഒരേപോലത്തെ ടേംസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഒരേപോലത്തെ ടേംസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ആ ഒരു ടേമിൻ്റെ വാല്യൂ കിട്ടിയിട്ട് അത് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് പരിപാടി. ഓക്കെ, ഇത് വളരെ സിമിലർ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇവിടെ എന്ന് വെച്ചാൽ 168 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 168 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഇവിടെ കൊടുത്താൽ 3 ഇൻറ്റു 7 ഇൻറ്റു 2 ക്യൂബ് എന്നാണ്. അപ്പോൾ 168ന് നമ്മൾ ആദ്യം ബേസ് ചേഞ്ചിങ് ഫോർമുല അപ്ലൈ ചെയ്യും. 168ന് എങ്ങനെ എഴുതും, 3 ഇൻറ്റു 2 ക്യൂബ്. അപ്പം 2 ക്യൂബിനെ
സ്പ്ലിറ്റ് ചെയ്തതിന് 2 ടു ദ ബേസ് എന്താ കൊടുക്കേണ്ടത്? ബേസ് 3 കൊടുക്കുക. എല്ലാത്തിനും ബേസ് 3 കൊടുക്കാം. ബിക്കോസ് എല്ലാത്തിനും 3 വരുന്നുണ്ട് കോമൺ ആയിട്ട്. 3 3 3. അപ്പോൾ എല്ലാത്തിനും 3 ബേസ് ആയിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, പ്ലസ് 2 ക്യൂബ് മാത്രം. പിന്നെ 7 ഉണ്ട്. അപ്പം ലോഗ് 7 ടു ദി ബേസ് 3 പ്ലസ് ലോഗ് 3 ടു ദി ബേസ് 3 എന്ന് പറഞ്ഞാൽ അത് 1 ഹോൾ ഡിവൈഡഡ് ബൈ ലോഗ് 54. 54 എങ്ങനെ എഴുതാൻ പറ്റും? 54 ഒന്ന് ചെയ്ത് നോക്കാം. 2 എത്ര പോവും? 27 പോവും. 3 9 പോവും. 3 വീണ്ടും 3 പോവും. അപ്പം 2 ഇൻറ്റു 3 അധികം 3 അല്ലാണെന്നേ. 2 3 3 3. സോ എങ്ങനെ എഴുതാം? ലോഗ് ടു ദ ബേസ് 3 പ്ലസ് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്ന കേട്ടോ 3 സോ 3 ഇത്രയേ ഉള്ളൂ. ഇതാണ് അവസാനം എഴുതിയിട്ടുള്ളത്. കറക്റ്റാണോ? കറക്റ്റാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് വേണ്ട വാല്യൂസ് ഇദ്ദേഹത്തിൻ്റെ വാല്യൂ വേണം, ഇദ്ദേഹത്തിൻ്റെ വാല്യൂ വേണം അല്ലേ? അതെവിടെ നിന്ന് കിട്ടും? ഇവിടെ 2 ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ആ ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്യും, ബേസ് ചേഞ്ചിങ് ഫോർമുല അപ്ലൈ ചെയ്യും, അങ്ങനെ ഇദ്ദേഹത്തിനെ കണ്ടുപിടിക്കും. അതേപോലെ മറ്റടുത്തുനിന്നും പ്രൈം ഫാക്ടറൈസ് ചെയ്യും, ബേസ് ചേഞ്ചിങ് ഫോർമുല അപ്ലൈ ചെയ്യും. എന്നിട്ട് ഈ ചങ്ങേനെയും കണ്ടെടുത്തു. 2 ചങ്ങയെ കണ്ടെത്തിക്കാൻ ഇവിടെ വാല്യൂ കൊടുക്കുക, ഇത്രയും കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ദിവസത്തെ നോക്കാം. ഇവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സും ഇവനും നമുക്ക് റിപ്ലേസ് ചെയ്യാം. അപ്പം അടിയിൽ എന്ത് വരും? x² മൈനസ് എക്സ് വരും. ഇവിടെ റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്വയറാണ് വരാം അല്ലേ? ബിക്കോസ് √x എത്ര റേസ്റ്റ് പവർ ഇട്ടാൽ എക്സ് വരാനത് സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 വരും. ടോട്ടലായിട്ട് 2 വരും. ഇത് 1/2 ആണ്. അപ്പോൾ ക്യാൻസൽ ആവും. അപ്പം x² മൈനസ് എക്സ് തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഇവിടെ നമുക്ക് റിപ്ലേസ് ചെയ്യാം. അപ്പം ഇവിടുത്തെ 1/2 വരാൻ. പിന്നെ 4 റേസ്റ്റ് 1/2 എന്ന് പറയുന്നത് 2. സോ x² മൈനസ് എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. സോ എക്സ് മൈനസ് 1 എക്സ് മൈനസ് 1 ആണോ? പ്ലസ് 1 ആണ്. എക്സ് പ്ലസ് അല്ല, ഇത് മൈനസ് 2 ആക്കാം. അപ്പം കറക്റ്റാണ്. സോ എക്സിന് ഐദർ 1 ആവാം, അല്ല -1 ആവാം. എക്സിന് ഐദർ 2 ആവാം. -1 ആവുന്നതിന് എന്ത് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ 2 ആവുന്നതിന് വല്ല കുഴപ്പമുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. -1 ആവുന്നതിന് ഇവിടെ അൺഡിഫൈൻഡ് ആയിട്ട് വരും. ഇവിടെ അൺഡിഫൈൻഡ് ആയിട്ട് വരും. സോ അത് -1 ആവാൻ പറ്റില്ല. സോ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ 2. ഓക്കെ, അപ്പോൾ ഇനി എന്താ പരിപാടി? ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇങ്ങനെ നോർമലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ 2 3/2 ഇനി പിന്നെ മുപ്പറൊന്ന് സ്പ്ലിറ്റ് ചെയ്താളെ അല്ലേ? മുപ്പറ സ്പ്ലിറ്റ് ചെയ്യും മീൻസ് ഉള്ളിലൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യും മീൻസ് a+b എന്ന രീതിയിലാവും. സോ ലോഗ് ഇതെന്ന് പറഞ്ഞാൽ ബാക്കോട്ടേക്ക് പോകുമ്പോൾ 3/2 പ്ലസ് ലോഗ് x⁻²2 ആവും. അപ്പം ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഇദ്ദേഹത്തിന് നമുക്ക് എന്ത് വിളിക്കാം? ടി എന്ന് വിളിക്കാം. അങ്ങനെ ആകുമ്പോൾ 2 ലോഗ് 2t മൈനസ് ലോഗ് 2 3/2 പ്ലസ് ടി ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. റൈറ്റ്, ഒരു കാര്യം ചെയ്യാം. 2 ലോഗ് 2t അല്ല, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇയാളിനെ സ്ക്വയർ ആക്കാം. ഇപ്പോൾ ബേസ് സെയിം ആണ്. റൈറ്റ്, ബേസ് സെയിം ആണെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പോൾ t² ലോഗ് 2t² ബൈ 3/2 പ്ലസ് ടി ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. അപ്പോൾ 2/1 2 ഇസ് ഈക്വൽ ടു t² ബൈ 3/2 പ്ലസ് ടി എന്ന് പറയാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ടിയുടെ വാല്യൂസ് കിട്ടും. ടി എന്ന് പറഞ്ഞാൽ ആരെയും വിളിച്ചാൽ log x⁻². അതിനനുസരിച്ച് നമുക്ക് ഇതിന് സോൾവ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ. ഓക്കെ, ഇതാണ് മെത്തേഡ്. ഇനി മോഡുലസിൻ്റെ ഒരു പരിപാടിയാണ്. മോഡുലസ് എന്താണെന്ന് നമുക്കറിയാലോ. മോഡുലസിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ വരും. മോഡുലസിൻ്റെ ഉള്ളിൽ സാധനം നെഗറ്റീവ് ആണെങ്കിൽ എക്സ്റ്റേണൽ നെഗറ്റീവോടെ ആയിരിക്കും പുറത്തോട്ടേക്ക് വരാൻ. ഓക്കെ, ജസ്റ്റ് ഇവിടെ നമുക്ക് മോഡുലസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് മോഡുലസിൻ്റെ പരിപാടി. നമുക്കത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അല്ലേ? ഇവിടെ നോക്കി x² -1 ഇത് എങ്ങനെ ചെയ്യും നോക്കാം. ഓക്കെ, 2 ബേസ് 4 ആണ്. അപ്പം എന്ത് ചെയ്യാം? x² -1 ഡിവൈഡഡ് ബൈ എക്സ് -1 ഹോൾ സ്ക്വയർ ലോഗ് ബേസ് റൈറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് 4. ഇത് 2 പൊട്ടുന്ന സമയത്തും ഒരു മോഡ് വരും. ഇപ്പോൾ 4 മൈനസ് എക്സിൻ്റെ മോഡ് വരും. ഇനി ലോഗ് സെയിം ആണ്, കട്ട് ചെയ്യാം. സോ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? x-1 ഇൻറ്റു x+1 എഴുതാൻ പറ്റും. ഹോൾ ഡിവൈഡ് ബൈ x-1. സോ ഒരെണ്ണം കട്ടായി, ഒരെണ്ണം പോയി. സോ നമുക്ക് കിട്ടും x+1 ഡിവൈഡഡ് ബൈ x-1 ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സിൻ്റെ മോഡ്. ഇനി ഞാൻ പറയാൻ പോവാണ് ഈ മോഡ് പൊട്ടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയുള്ളത്. അപ്പോൾ ഞാൻ പറയാണ് വെൻ x
ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മൾ 4 - ഞാൻ എങ്ങനെ എഴുതാണ്, മോഡിനുള്ള സാധനം എനിക്ക് തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല, ബിക്കോസ് നെഗറ്റീവ് ആണെങ്കിലും ഒരു കുഴപ്പമില്ലല്ലോ, അത് മോഡ് നോക്കിക്കോളും. സോ ഞാൻ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4 ആണെങ്കിൽ ഈ മോഡ് പോസിറ്റീവായിട്ടാണ് പൊട്ടാൻ. സോ ഞാൻ എന്ത് ചെയ്യും, x+1 ഡിവൈഡ് ബൈ x-1 ഒരു കേസാണ്, അപ്പോൾ x-4 ആയിട്ട് തന്നെ ഉണ്ടാവും. ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് x+1 x² മൈനസ് 5x പ്ലസ് 4 എന്ന രീതിയിലാവും, റൈറ്റ്. ഇനിയോ x² മൈനസ് എല്ലാം മൈനസ് ആണോ, -6x പ്ലസ് 5 = 0 എന്ന് കിട്ടും, പ്ലസ് 3 = 0. ഇത് സാർ ഇവിടെ പറഞ്ഞ പോലെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 വാല്യൂസ് കിട്ടും, എക്സിന് ഇത്. ഇനി 2 വാല്യൂസും ലോഗിൻ്റെ അവിടെ കൊടുക്കാൻ പറ്റും നോക്കും, ചിലത് ഇവിടെ കൊടുക്കാൻ പറ്റൂല. സോ അത് നമ്മൾ ക്യാൻസൽ ചെയ്യും. സോ അത് കിട്ടും. ശരി. അത് മാത്രമല്ല ഈ ചങ്ങായി എന്ന് പറഞ്ഞാൽ 4-നേക്കാളും ചെറുതാണ്. ഓക്കെ, നമ്മൾ 4-നേക്കാളും വലുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ മോഡ് പൊട്ടിച്ചത്, അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇനി എക്സ് 4-നേക്കാളും ചെറുതാണെങ്കിൽ ഇതിങ്ങനെ പൊട്ടാം, 4 - x ആയിട്ടാണ് പൊട്ടാൻ. അന്നേരം നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് കിട്ടും. എന്നിട്ട് ആ സൊല്യൂഷൻസ് 4-നേക്കാളും ചെറുതാണെന്ന് ചെക്ക് ചെയ്യുക. പോരായിട്ട് ആ സൊല്യൂഷൻ ഇവിടെ ഇട്ട് ശ്രദ്ധിച്ച് നോക്കാം, അന്നേരം ഡിഫൈൻഡ് ആണെന്ന് നോക്കുക. അന്നേരം നമുക്ക് ഉത്തരം സിമ്പിളായിട്ട് കിട്ടും. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി നോക്ക്, ബേസ് സെയിം ആണ്, പക്ഷേ ഇതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഞാൻ ലോഗ് 8 2x² എന്ന രീതിയിലാക്കും. ശരി, പ്ലസ് ഇത്. ഓക്കെ, അതിൻ്റെ മുമ്പേ ശ്രദ്ധിക്കാനുള്ള ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ടേം അതെന്ന് പറഞ്ഞാൽ x-1 + (² ആണ്, റൈറ്റ്. സോ സ്ക്വയർ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം മോഡ് വരും അല്ലേ, ഈവൻ പവേഴ്സ് ബാക്കോട്ടേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ മോഡ് വരും, റൈറ്റ്. സോ സാർ ഇവിടെ മോഡ് കൊടുത്തിട്ടുണ്ട്. ശരി, ഇനി കംപ്ലീറ്റ് ഇക്വേഷൻ ഒന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയാം. ലോഗ് 2x + 2 ലോഗ് മോഡ് x-1 to the base 8 = 2/3 എന്ന് കിട്ടും, റൈറ്റ്. രണ്ടും സെയിം ബേസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2x ഡിവൈഡഡ് ബൈ മോഡ് x-1 ലോഗ് ടു ബേസ് 8 = 2/3 എന്ന് ചെയ്യാൻ പറ്റും. 8^2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണത്, 2 ആണ്. സോ 2 = 2 1/3 2, അപ്പം 4, സോറി 4 കേട്ടോ വരാൻ, അതിൻ്റെ വാല്യൂ 4. സോ എങ്ങനെ ചെയ്യാം, 4 = 2x ഡിവൈഡ് ബൈ മോഡ് x-1. ഇനി x > 1 ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കാൻ, x > 1 ആണെന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു എക്സിന് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ആ എക്സിൻ്റെ വാല്യൂ 1-നേക്കാളും വലുതാണെന്ന് ചെക്ക് ചെയ്യുക. പോരാനായിട്ട് ഇവിടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ നോക്കുക. അതേപോലെ x<1 ആണെങ്കിൽ മോഡ് പൊട്ടിയിട്ട് വേറൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ x ശരിക്കും <1 ആണെന്ന് ചെക്ക് ചെയ്യാൻ, അതിന് ശേഷം ഇവിടെ എന്തെങ്കിലും അൺഡിഫൈൻഡ് കേസ് വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ അനുസരിച്ചിട്ട് നമുക്ക് ഉത്തരങ്ങൾ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇതിൻ്റെ പവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, കുറച്ചുകൂടി ഫാസ്റ്റ് ചെയ്യാൻ. സോ x-2² ലോഗ് 3 = ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് വരും, ആ മൈനസ് മുകളിലോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെ പവർ വരും. ഓൾറെഡി പവർ ഉണ്ട്. സോ x⁻⁴ സോ x⁻⁴ -2, റൈറ്റ്. അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യം ചെയ്യാം, ഈ 2 ഉണ്ടല്ലോ, ഈ 2 ബാക്കോട്ടേക്ക് കൊണ്ടുവരാം, അതാണ് ബെറ്റർ. അപ്പോൾ 2 കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ മോഡ് വരും, സാർ കൊടുത്ത പോലെ മോഡ് വരും. എന്നിട്ട് കംപ്ലീറ്റ് ഇക്വേഷൻ 2 കൊണ്ട് ഇവിടെ ഇപ്പോൾ 2 കട്ടാവും. എന്നിട്ട് ഇവനെ റൈറ്റിലോട്ടേക്ക് കൊണ്ടുവരാം. അല്ലെ പോട്ടെ, ഇത് ഇവ രണ്ടാളെ ആഡ് ചെയ്യാണല്ലോ, അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ഓരോ കേസ് നോക്കി അതിൻ്റെ ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇത് നല്ലൊരു ലെവൽ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റത്തെ അനാലിസിസ്, ഈ ചങ്ങായി എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവിൻ്റെ അവൾ എന്ത് പവർ കൊടുത്താലും എപ്പോഴും പോസിറ്റീവ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെഫിനറ്റ്ലി പോസിറ്റീവാണ്. റൈറ്റ് ഹാൻഡ് സൈഡോ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവാണ്, റൈറ്റ് ഹാൻഡ് സൈഡും പോസിറ്റീവാണ്. റൈറ്റ് ഹാൻഡ് സൈഡിന് പോസിറ്റീവ് നെഗറ്റീവ് ആണ് സാധ്യതയുണ്ട്, പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡ് ഡെഫിനറ്റ്ലി പോസിറ്റീവ് ആണ്, കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആവണമെങ്കിൽ x > 1 ആവണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക, റൈറ്റ്. സോ അതാണ് പരിപാടി, x > 1 ആവണം. പക്ഷേ ഇവിടെ ഈ ചങ്ങായി 1 ആവാൻ പാടില്ല, അല്ലെങ്കിൽ പോട്ടെ x 1 ആവാൻ പാടില്ല, കാരണം x ഇവിടെ 1 ആയി കഴിഞ്ഞാൽ നമുക്ക് ബേസ് 1 ആയി. സോ x ഒരിക്കലും 1 ആവാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലായി, റൈറ്റ്. സോ x 1 ആവാൻ പാടില്ല, അപ്പോൾ എക്സിൻ്റെ എപ്പോഴും > 1 ആയിരിക്കണം. അങ്ങനെ ആ ഒരു അനാലിസിസ് നമ്മൾ നടത്തി. ഇനി ആ ഒരു അനാലിസിസ് നടത്തിയല്ലോ, അത് ഓൾറെഡി മനസ്സിലായി. അപ്പോൾ ഈ ചങ്ങായി എന്തായിരിക്കും, ഡെഫിനറ്റ്ലി പോസിറ്റീവ്. അപ്പോൾ നമ്മൾ എന്തിന് പ്രത്യേകിച്ച് മോഡ് കൊടുക്കേണ്ട ആവശ്യം, അങ്ങനെ തന്നെ എഴുതാം. ലോഗ് x ആ സാധനത്തിന് എഴുതി. ഇനി ഇങ്ങനത്തെ പവറിൻ്റെ മുകളിൽ സാധനത്തിന് ഇങ്ങനെ ബാക്കോട്ടേക്ക് കൊണ്ട്, ഓക്കെ. ഇനി എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഇത് ബാക്കോട്ടേക്ക് കൊണ്ടുവരാൻ ലോഗ് ടു ദി ബേസ് എന്താ കൊടുക്കുക 3, കാരണം ഇവിടെ 3 ഓൾറെഡി ഉള്ളത് നമുക്ക് മേ ബി അതുമായിട്ട് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം. അപ്പോൾ ലോഗ് ടു ദി ബേസ് 3 ചെയ്ത് ഇത് ബാക്കോട്ടേക്ക് വരും, റൈറ്റ്. ഇത് ബാക്കോട്ടേക്ക് വന്നിട്ടുണ്ട്. ലോഗ് x-1 = 7 പരിപാടി ചെയ്തിട്ടുണ്ട്. ഗുഡ്. ഇനി എന്ത് ചെയ്യാം,
ഇനി ഇയാളെ ലെഫ്റ്റോട്ടേക്ക് കൊണ്ടുവരും അപ്പോൾ -7 വരും. അപ്പോൾ ഇതിനെ കോമൺ എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ -7 വന്നു ഇവിടെ കോമൺ എടുത്തപ്പോൾ. എന്നിട്ടോ നമുക്കൊരു വരാം, ഒന്നെങ്കിൽ ഇയാൾ 0 ആവാം. അപ്പം 3-0 ദാറ്റ് മീൻ x - 1 = 1 എന്ന് വരും. x = 2 എന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ചങ്ങായിക്ക് 0 ആവാൻ പറ്റും. ഓക്കെ, ഈ ചങ്ങായി 0 ആവാം. അപ്പോൾ x = 2 കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചങ്ങായിക്ക് 0 ആയിക്കൂടെ? ചങ്ങായിക്ക് 0 എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവാൻ? ഒരേപോലത്തെ സാധനം കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ ബേസസ് ഡിഫറെൻ്റ് ആണ്. അപ്പം ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഞാൻ ഇയാളൊന്ന് തലയിരിച്ച് കളയാം. ഈ 2 ആക്കോട്ടേക്ക് വന്നു, അപ്പോൾ 4 ആയി. ഇയാളൊന്ന് തലയിരിക്കാം, മീൻസ് റെസിപ്രോക്കൽ എടുക്കുക. അപ്പം നോക്കി സെയിം സാധനം t² - 4/t - 7 റൈറ്റ്. എന്നിട്ട് അവിടെ ടിയുടെ വാല്യൂ ചെക്ക് ചെയ്യുക, കണ്ടെത്തുക, ഉത്തരം കിട്ടും. ആ ഉത്തരങ്ങളൊക്കെ കിട്ടുന്നത് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് തന്നെയാണ് ചെക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇതാണ് ഈ ലെവൽ ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ? മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ x - 1 നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ മേ ബി നമ്മൾ അസ്യൂം ചെയ്യുക 1നേക്കാളും വലുതാണോ, പിന്നെ 1നേക്കാളും ചെറുതാണെങ്കിൽ നെഗറ്റീവായിട്ട് ഓപ്പൺ ആവുക, അങ്ങനെ അസ്യൂം ചെയ്തിട്ട് ചെയ്യുന്നത്. അതിനേക്കാളും ബെറ്റർ ഞാൻ ഇപ്പം പറഞ്ഞ മെത്തേഡാണ്. ഓക്കെ, ഇനി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്നുള്ള ഒരു ഇതാണ്. ഓക്കെ, 2 ഡിവിഷൻ, 2 സാധനങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 9 എന്നെങ്ങനെ എഴുതാൻ? നമ്മളിപ്പോൾ 9 3 കൊണ്ട് 9 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, ഇപ്പോൾ 2 × 4 + 1 എഴുതിക്കൂടെ? അപ്പോൾ ഇയാളാണ് നമ്മളെ ഡിവൈസർ, ഇയാളാണ് നമ്മളെ കോഷ്യൻ്റ്, ഇയാളാണ് നമ്മളെ റിമൈൻഡർ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവിഷന് ഡിഫൈൻഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോഷ്യൻറ്റും അവിടെ ഉണ്ടാകുന്ന റിമൈൻഡറും എപ്പോഴും സെയിം ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാകാം. പോരായിട്ട് റിമൈൻഡർ എപ്പോഴും >0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സമയത്ത് -10/4 ചെയ്യുന്നത് വിചാരിച്ചോ. -10/4. അപ്പോൾ -10 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 ഇൻറ്റു എന്ത് ചെയ്യാമോ, 4 × -3 ചെയ്യാണ്. അപ്പോൾ എത്രയും -12 ആയി. +2 ചെയ്യാണ്. ഓക്കെ, അങ്ങനെ എഴുതിക്കൂടെ? ബിക്കോസ് ഇയാളെ എനിക്ക് പോസിറ്റീവായിട്ട് തന്നെ കിട്ടാം, റിമൈൻഡറിനാണ്. ഇയാൾ നമ്മൾ കോഷ്യൻ്റ്. ഓക്കെ, ആ രീതിയിൽ എഴുതാം. ഇനി ഞാൻ വേറെന്താ 16/-7. 16 അങ്ങനെ -7 ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. -7 ഇൻറ്റു ഇതാണ് നമ്മുടെ ഡിവൈസർ ഇൻറ്റു ഞാൻ എന്ത് ചെയ്യും, -2 കൊടുക്കും. നേരെ നമുക്ക് എത്ര കിട്ടും? +14 കിട്ടും, +2, അപ്പോൾ 16 തന്നെ. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി പക്ഷേ ഡിവിഷൻ ബൈ 0 എന്തുകൊണ്ട് നോട്ട് ഡിഫൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം വേണം അല്ലേ? അപ്പോൾ നോക്കി നോക്ക്, 10 ഡിവൈഡ് ബൈ 0 ചെയ്തെന്ന് വിചാരിച്ചോ. ശരി, ഡിവൈഡ് ബൈ 0. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാനത്? 10 എങ്ങനെ എഴുതാൻ പറ്റും? അന്ന് 0 ഇൻറ്റു എന്തെങ്കിലും കോഷ്യൻ്റ് എഴുതാൻ പറ്റും, +10 എന്ന് എഴുതാം റൈറ്റ്. പോരാട്ട് 10 ഇൻറ്റു 0 ഇൻറ്റു എന്തെങ്കിലും കോഷ്യൻ്റ് +10, അങ്ങനെ കുറേ യുണീക്ക് വാല്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ കോഷ്യൻ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, റിമൈൻഡറും എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഇനിയിപ്പോൾ -10 വിചാരിച്ചോ, ഡിവൈഡ് ബൈ 0 ചെയ്ത് വിചാരിച്ചോ. നേരം ഉണ്ടാവുക -10 എങ്ങനെ എഴുതാൻ? 0 ഇൻറ്റു എന്തുള്ള ഒരു നമ്പർ പിന്നെ -10 എന്ന് വരേണ്ടി വരും. നേരെ റിമൈൻഡർ നെഗറ്റീവായി. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതാനും നമുക്ക് പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ഡിവിഷൻ ബൈ 0 അൺഡിഫൈൻഡ് എഴുതുന്നത്. കാരണം വെച്ചാൽ ഉള്ള കോഷ്യൻ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആവണം, റിമൈൻഡർ കോൺസ്റ്റൻ്റ് ആണ്, റിമൈൻഡർ >0 ആവണം. സോ ആ രീതിയിൽ തന്നെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റുന്നില്ല ഡിവിഷൻ ബൈ 0യിൽ. പിന്നെ അത് മാത്രമല്ല ഉള്ള കോഷ്യൻ്റ് എല്ലാം ഡിഫറൻ്റ് അല്ല, യൂണീക്ക്. പല കോഷ്യൻ്റ് ആവാം, ഇൻഫിനിറ്റി നമ്പേഴ്സ് ആവാം, ഈ 5 6 7 8 ഒന്നും ആവാം അല്ലേ? അതുകൊണ്ടാണ് ഡിവിഷൻ ബൈ 0 ഈസ് അൺഡിഫൈൻഡ് ആയിട്ട് വരുന്നത്. ഓക്കെ.